യൂറോയുടെ ഹൃദയതാളത്തിൽ 2024 വർഷം രേഖപ്പെടുത്തുന്ന പേരാണ് സ്പെയിൻ. കുതിപ്പെന്ന് പറഞ്ഞാൽ പടക്കളത്തിലെ കാളപ്പോരിന്റെ ചവിട്ടടിയുടെ വേഗമായി മുന്നോട്ടുള്ള പ്രയാണമായിരുന്നു സ്പെയിൻ അരങ്ങേറ്റിയത്. വമ്പന്മാരെയെല്ലാം കൊലകൊമ്പൻ സ്പെയിൻ വീഴ്ത്തി ഇരച്ചുപാഞ്ഞു മുന്നേറി. ഇതുപോലെ ഏത് ടീമുണ്ട് യൂറോപ്പിന്റെ മണ്ണിൽ? ലോകരാജ്യങ്ങൾ എത്രയേറെ നിരന്നു നിന്നാലും വന്നാലും സ്പെയിന്റെ ഫുട്ബോൾ ആവേശത്തെ തല്ലിക്കെടുത്താൻ കഴിയില്ല. ഡാവെൻ സുക്കേറിന്റെ പിന്മുറക്കാരായി കളം നിറഞ്ഞ മോട്ടോച്ചിന്റെ ക്രൊയേഷ്യയെ തച്ച് തരിപ്പണമാക്കിയവർ അതേ ഗ്രൂപ്പിൽ തന്നെയുണ്ടായിരുന്ന ഡിഫൻസിന്റെ കോട്ടവളയം തീർത്ത ഇറ്റലിയെ ഒറ്റ കുതിപ്പിന് അടിച്ചു വീഴ്ത്തി. എന്നാൽ സ്പെയിന്റെ അപാരമായ ഫുട്ബോൾ മിടുക്ക് കണ്ട് തല ചൊറിഞ്ഞവർ ജർമ്മനിക്ക് മുന്നിൽ തലകുനിക്കുമെന്ന് വിധിയെഴുതിയവരുടെ വാക്കുകൾ പിന്നെ കേട്ടില്ല. ജർമ്മനിയെ നിലംപരിശാക്കി സ്പെയിൻ എന്ന രാജകുമാരന്മാരുടെ തേര് മുന്നോട്ടങ്ങനെ പാഞ്ഞു. അവിടെ അവർ എംബാപ്പയുടെയും കാന്റെയുടെയും കരുത്തിൽ വളർന്ന ഫ്രാൻസിനെ പൂട്ടിക്കെട്ടിച്ചു. അങ്ങനെ ഫൈനലിൽ കാത്തിരുന്ന പോലെ സുൽത്താൻ ഹാരി കെയ്ന്റെ സ്വന്തം ഇംഗ്ലണ്ടിനെ കാലേ വാരി നിലത്തടിച്ചു. യൂറോപ്പിന്റെ മണ്ണിൽ ഇനിയൊരു കൊലകൊമ്പനായി ഞാൻ മതിയെന്ന് സ്പെയിൻ ലോകത്തോടങ്ങനെ വിളിച്ചു പറഞ്ഞു. 2024 യൂറോ കപ്പിന്റെ സുവർണ തിളക്കം സ്പെയിന്റെ കിരീടത്തിൽ പൊൻ തിളക്കമായി മാറി. യൂറോ കപ്പ് അരങ്ങേറുന്ന ജർമ്മനിയുടെ മണ്ണിലേക്ക് സ്പെയിൻ അങ്ങനെ ചെന്നെത്തുമ്പോൾ സ്പെയിന്റെ ടീം മുഴുവനായും പിള്ളേരാണെന്ന മട്ടിൽ കണ്ടിരുന്ന ടീംസൊക്കെ പിള്ളേരുടെ കാൽപന്തിന്റെ വിളയാടൽ കണ്ട് അന്തം വിഴുങ്ങി നിന്നുപോകുകയായിരുന്നു. കുതിച്ചുപായുന്ന റോക്കറ്റിന്റെ വേഗമായിരുന്നു സ്പെയിന്. കളിച്ച 7 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് സ്പെയിൻ നിര മുന്നേറിയത്. അതുതന്നെയാണ് യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡായി മാറുകയും ചെയ്തു. ഇതുവരെയും അങ്ങനൊരു റെക്കോർഡ് ഒരു ടീമും യൂറോ കപ്പിൽ നേടിയിട്ടില്ല. അത്രയേറെ പവർഫുൾ ഗെയിമാണ് സ്പെയിൻ കാഴ്ചവെച്ചത്. 15 ഗോളുകൾ ടൂർണമെന്റിലാകെ സ്പെയിൻ തൊടുത്തുവിട്ടു. അതും അങ്ങനെ ഇതാദ്യമായി യൂറോ കപ്പിൽ സംഭവിക്കുന്ന റെക്കോർഡിന്റെ സുവർണ തിളക്കമായി മാറി. അവർക്ക് യുവതാരങ്ങൾ ഏറെയുണ്ട്, പക്ഷേ ഒന്നിനും എക്സ്പീരിയൻസ് ഇല്ല എന്ന് വിമർശനങ്ങളുടെ കൂമ്പാരക്കണക്കുകൾ സ്പെയിനുമേൽ ചൊരിഞ്ഞിട്ടവരുടെ നാവാട്ടം അങ്ങനെ ആകെ മാറിപ്പോയിട്ടുണ്ട്. ഇന്നത്തെ സ്പെയിന്റെ റേഞ്ച് അതാർക്കും പെട്ടെന്ന് അളക്കാൻ കഴിയാത്തതാണ്. ഏത് പൊസിഷനും കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള താരങ്ങൾ ഇന്ന് വേണ്ടുവോളം സ്പെയിനിലുണ്ട്. സ്പെയിന് വേണ്ടി ചെത്ത് സ്റ്റൈലിൽ പന്ത് തട്ടിയ ഒട്ടനവധി താരങ്ങൾ ഇന്ന് സ്പെയിൻ നിരയിൽ അണിചേരുമ്പോൾ അതൊരു യുദ്ധമുറയ്ക്ക് വേണ്ടിയുള്ള താരങ്ങളുടെ ഒരു പ്രകമ്പനം തന്നെയായി മാറുന്നു. അങ്ങനെ ജർമ്മൻ മണ്ണിൽ 4ാം യൂറോ കിരീടത്തിലേക്ക് യൂറോപ്പിന്റെ ധീരന്മാരായ ടീമുകളെയൊക്കെ കൂട്ടത്തോടെ ഗോൾ ചെയ്ത് വീഴ്ത്തി യൂറോ കപ്പിൽ പൊന്മുത്തം ചാർത്തി സ്പെയിൻ എന്ന ലാറോഹ നിറഞ്ഞങ്ങനെ നിന്നു. ഇത് സ്പെയിന്റെ നവയുഗമാണ്. യുവനിരയുടെ വിശ്വജാലയായ കരുത്ത്. റൗൾ, ഇനിയസ്റ്റ, സാവി, റാമോസ്, പ്യൂൾ, കസിയസ്, ഡേവിഡ് വിയ, ടോറസ്, ഫാബ്രിക്കാസ്, ബുസ്കറ്റ്സ്, സാബി, അലോൺസ ഇവരുടെ DNA യിൽ നിന്നും കാലുകളിൽ അഗ്നി പുതച്ച ഒരു പ്രകാശമായി മാറിയെന്ന് വേണം പറയാൻ സ്പെയിന്റെ ഈ കരുത്തിനെ. ചോപ്പിന്റെ യുവത, അതാണ് സ്പെയിൻ. സിമ്പിളായി ഇത്രമേൽ ഫുട്ബോളിനെ വശത്താക്കിയ ഒരു ലോകരാജ്യവും ഉണ്ടാവില്ല. അത്രമേൽ സ്നേഹത്തോടെ ഒത്തൊരുമയോടെ പന്ത് തട്ടുന്ന സ്പാനിഷ് യുവനിര ഏതൊരു ടീമിനും തന്റെ ഫുട്ബോൾ മിടുക്കുകൾ അറിവിന്റെ പുസ്തകമായി കാഴ്ചവെക്കുകയാണിവിടെ. സ്പെയിന്റെ കളിശൈലിയെ കരുത്താക്കി വളർത്തുന്ന പാസിംഗ് ടെക്നിക് ഓരോ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തവും അതിഗംഭീരവുമായി തീരുന്നു. സ്പെയിന്റെ ആശ ലൂയിസ് ഡി ലാഫ്യുൻഡ ഒരു സംഭവമായി മാറി. കയ്യിൽ കിട്ടിയ യുവതാരങ്ങളെ സൂപ്പർ കരുത്താക്കി മാറ്റുന്ന വിദ്യ ലൂയിസ് നന്നായി പ്രയോഗിച്ചു. അത് ബലം കണ്ടു. 63കാരന്റെ ശിക്ഷണത്തിൽ സ്പെയിൻ മികച്ച ടീമായി ആരോരും അറിയാതെ വളരുകയായിരുന്നു. 2024 വർഷം യൂറോയുടെ ഫൈനലിലേക്ക് സ്പെയിൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വെറും ഭാഗ്യം കൊണ്ട് ഉണ്ടായതല്ല. ഉശിരോടെ പന്ത് തട്ടി കളിമനഞ്ഞു തന്നെയാണ് നേടിയത്. ജർമ്മനിയിലെ ചരിത്രം വിശ്രമിക്കുന്ന ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഇംഗ്ലീഷ് പടയുടെ നെഞ്ചകം പിളർന്ന് സ്പാനിഷ് വമ്പന്മാർ 2 വെടിയുണ്ടകൾ തൊടുത്തുവിട്ടു. യമാൽ വില്യംസ് കൂട്ടുകെട്ടിനെ പൊളിച്ചെഴുതാൻ ഒരുത്തനും ഇംഗ്ലീഷ് ആർമിയിൽ ഉണ്ടായില്ല. ഇംഗ്ലണ്ടിന്റെ കണക്കുകൂട്ടലുകളെ മൊത്തത്തിൽ സ്പെയിൻ പൊളിച്ചെടുക്കുകയായിരുന്നു. ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ ഡിഫൻസ് പാളയത്തെ സ്പെയിൻ ഈസിയായി മറികടക്കുകയായിരുന്നു. 47ാം മിനിറ്റിൽ ആദ്യ ഗോൾ പിറന്നു. യമാലിന്റെ സൂപ്പർ അസിസ്റ്റിൽ മിന്നൽ വേഗമുള്ള സ്പെയിന്റെ പുലിക്കുട്ടി നിക്കോ വില്യംസ് ചീറിയടുത്തു. ഒരു തകർപ്പൻ ഗോൾ ഇംഗ്ലീഷ് കോട്ടയുടെ വല കുലുക്കി കടന്നുപോയി. 86ാം മിനിറ്റിൽ ആരവങ്ങൾക്ക് തീ പടർത്തി അവസാന നിമിഷത്തിൽ വെറും 4 മിനിറ്റ് ശേഷിച്ചു നിൽക്കെ പനങ്കുല മുടിക്കാരൻ കുക്കറല്ലയുടെ മിന്നും പാസിൽ ഓയർ സബാൽ തൊടുത്തുവിട്ട മികച്ച ഷോട്ട് വീണ്ടും ഇംഗ്ലണ്ടിന്റെ കാവൽക്കാരനെ കടത്തിവെട്ടി ഗോൾ മുഖം കുലുക്കിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്നു.
യൂറോപ്പിൽ നടന്ന യുദ്ധത്തിൽ സ്പാനിഷുകാർ അവിടെ ജയിച്ചു കയറുകയായിരുന്നു. ഐക്യമത്യം മഹാബലം പോലെ കൗമാരപ്പടയുടെ വസന്തം വിരിയിക്കുന്ന കളിയഴകായിരുന്നു സ്പെയിൻ കാഴ്ചവെച്ചത്. ഏത് ടീമുണ്ട് ഇത്തരത്തിൽ യൂറോപ്പിന്റെ മണ്ണിൽ ഇജാതി കളി കാഴ്ചവെക്കുന്നത്? കളിയംഗം മുറുകിയപ്പോൾ 8 മിനിറ്റ് ബാക്കി നിൽക്കെ ഇംഗ്ലണ്ടിന്റെ ബെല്ലിഹാമിന് തടുത്തിട്ട നോർമാൻഡ് സ്പെയിന്റെ വീരപുത്രനായി മാറി. ഓരോ അടിതടകളും വിദഗ്ധമായി നേരിട്ട റോഡ്രി അതിഗംഭീര ഫുട്ബോളറാണെന്ന് തെളിയിക്കുകയായിരുന്നു. മികച്ച നീക്കങ്ങളിലൂടെ ഇംഗ്ലണ്ടിനെ ഓരോ തവണയും ഭയപ്പെടുത്തിയ ഡാനി ഓൾമോ ഒന്നിനൊന്ന് മികച്ചു നിന്നു. ഇംഗ്ലീഷ് പടയുടെ കാലനക്കത്തിൽ നിന്ന് പോലും പന്ത് റാഞ്ചിയെടുത്ത് കുതിച്ച സ്പാനിഷ് മിടുക്കന്മാർ. എത്രത്തോളം സ്പെയിനെ വർണ്ണിച്ചാലും മതിയാകില്ല. അതുപോലെ കോളിലക്കം സൃഷ്ടിച്ചാണ് സ്പെയിൻ പന്ത് തട്ടി മുന്നേറുന്നത്. 66% ബോൾ പൊസിഷൻ പുലർത്തിയ സ്പെയിന്റെ കളിഗതിക്ക് മുന്നിൽ ഇംഗ്ലണ്ടിന് 34% കണക്ക് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. 16 ഷോട്ടുകൾ സ്പെയിൻ ഇംഗ്ലണ്ടിന്റെ നേർക്ക് തൊടുത്തുവിട്ടു. 545 പാസുകൾ കൊണ്ട് മിന്നുന്ന കളിയഴക് കാഴ്ചവെച്ചു. അങ്ങനെ സ്പെയിന്റെ യുവനിരകൾ തീ പകർന്ന കരുത്തായി മാറുകയായിരുന്നു. 2024 വർഷത്തിന്റെ വീരോചിതമായ വിജയ നിമിഷങ്ങളുമായി സ്പെയിൻ യൂറോ കപ്പ് ഹൃദയത്തോട് ചേർത്ത് കടൽ കടന്നു പോയിരിക്കുന്നു. ഒരു കിരീടത്തിനായി 58 വർഷമായുള്ള കാത്തിരിപ്പിന് ഒരു വെളിച്ചവും ലക്ഷ്യവും ഇംഗ്ലണ്ടിന് തുറക്കപ്പെട്ടിട്ടില്ല. അതിനുള്ള ഒരവസരവും ഇന്ന് യൂറോയിൽ കൊമ്പുകോർത്തപ്പോൾ സ്പെയിൻ ഇംഗ്ലണ്ടിന് നൽകിയില്ല എന്ന് വേണം പറയാൻ. തകർപ്പൻ കളിയംഗത്തിൽ ആശ്വാസ ഗോൾ ഒന്ന് മാത്രം പാൽമറുടെ വകയായി ഇംഗ്ലണ്ട് നേടിയിട്ടും കളി കയ്യിലെടുക്കാനുള്ള കരുത്ത് ഇംഗ്ലണ്ടിനുണ്ടായില്ല. സ്പെയിന്റെ അതിവേഗമുള്ള നീക്കങ്ങളെ തടയാനുള്ള മാസ്റ്റർ ബ്രെയിൻ ഇംഗ്ലണ്ടിന്റെ 11 തലകളിലും ഉദിച്ചില്ല. ഇതൊരു രാജകീയമായ വരവാണ്. സ്പെയിന്റെ നവയുഗ പിറവി, ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷമുള്ള മനോഹരമായൊരു പുതിയ തുടക്കം. ലാ റോഹ, ഇടനെഞ്ചിൽ തളിരിട്ട ചുവപ്പ്. വസന്തം വിരിയിക്കുന്ന ഫുട്ബോളിനെ അകമഴിഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്നു. ലവ് യു സ്പെയിൻ.